ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പേ ഉള്ളൂ, വേറൊരു പ്രശ്നമില്ല. ഞങ്ങൾ വളരെ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് ഒരു 15 ദിവസം മുമ്പ് ഞാൻ വന്ന് ഈ എന്താ പറയുക DCCയെ കുറിച്ചും ഓഫീസിനെ കുറിച്ചൊക്കെ പോസ്റ്റ് ഇട്ട് വളരെ സൗഹൃദത്തിൽ പിരിച്ചതാണ്. ഇന്നിപ്പോൾ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പെന്നേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. താങ്കൾ ക്ഷണിച്ചിരുന്നതാണ്. ഇപ്പം ബ്ലോക്ക് പ്രസിഡന്റ് അടക്കം പറയുന്നത് നേരത്തെ ഒരാഴ്ച മുമ്പേ പറഞ്ഞതാണ്, ഫോണിൽ സംസാരിച്ചത്. എൻ്റെ അടുത്ത് എന്തായാലും മണ്ഡലം പ്രസിഡന്റ് ഇത് പറഞ്ഞിട്ടില്ല. മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് KPCCക്ക് പരാതി കൊടുക്കുന്നതാണ് അദ്ദേഹം. എനിക്കറിയില്ല. ഒരാഴ്ച മുൻപ് മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞില്ല എന്ന് പറയുന്നു. DCC വിഷയത്തിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. DCC എന്തിനാ ക്ഷണിക്കുന്നത്? DCC എന്തിനാ ക്ഷണിക്കുന്നത്? DCCയുടെ പരിപാടിയാണോ? ഞാൻ ഇതിനെക്കുറിച്ച് ഒരു തർക്കത്തിനില്ല. ഞങ്ങൾ ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു. ഒരു ആവശ്യമില്ലാത്ത വിവാദം നിങ്ങൾ ഉണ്ടാക്കുകയല്ലേ? ഞാൻ ചോദിക്കാം, ഇവിടെ ഒരു വിവാദം നിങ്ങൾ ഉണ്ടാക്കുക. ഞാൻ ഇന്നലെ സാഹചര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും ഞാൻ എവിടുന്നാ വന്നത്? ഒറ്റ ദിവസം യാത്ര ഞാൻ ഇവിടുന്ന് ദുബായിക്ക് പോയി തിരിച്ച് ദുബായ് 3:30 വരിക, 5 മണിക്കാണ് എൻ്റെ ഹോട്ടലിൽ കയറി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനെ കൂടുതൽ വിവാദം. അപ്പൊ നിങ്ങൾക്കാണ് ഇതിനകത്ത് ലക്ഷ്യമുള്ളത്. നിങ്ങൾക്ക് കോൺഗ്രസിനെ ആക്രമിക്കാൻ ഒരു വഴി ഉണ്ടാവണം. ഇതൊരു വിവാദമാക്കി ഞാൻ അതിനെക്കുറിച്ച് ഇതിൽ കൂടുതലൊന്നും പറയില്ല. ബാക്കി പ്രസിഡന്റ് പറയും. തൃപ്തികരമാണോ? അല്ല, ഒരു വിശദീകരിക്കാൻ മാത്രം വിഷയം. ഞാൻ എന്താ പറഞ്ഞത്, വരാൻ പറ്റാത്ത സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കുമെന്ന് അദ്ദേഹം ഞങ്ങൾ പറഞ്ഞു. പിന്നെ DCC വരുന്ന നേരിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. അയാൾ വളരെ ലേറ്റ് ആയിട്ടാണ് ഇന്നലെ എത്തിയത്. അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അത് നോ കൺഫ്യൂഷൻ. ആ പരിപാടിയിൽ അടുത്ത ദിവസം പങ്കെടുക്കുകയും ചെയ്യും. കഴിഞ്ഞു. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരുന്നു. താങ്കൾ നേരിട്ട് ക്ഷണിച്ചല്ലേ? ഞാൻ രാവിലെ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞു നോക്കട്ടെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റാത്തത് അതിരാവിലെ ആയിരുന്നു പരിപാടി. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് രാവിലെ ഒരുങ്ങാനായില്ല. അതുകൊണ്ടാണ് പങ്കെടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അദ്ദേഹം കരുതിയിട്ട് സമയം അറിയണ്ടായിരുന്നില്ല. ഞാൻ പങ്കെടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഈ സമയക്കുറവ് കൊണ്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. അത് അറിയിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. 100% തൃപ്തികര. പിന്നെ ഞങ്ങൾ തമ്മിൽ തൃപ്തികരമല്ലാതിരിക്കും. പിന്നെ ഒരു കാരണം, നിങ്ങൾ വാർത്ത കൊടുത്തു, ഞാൻ വിസ്തീർണം ചോദിച്ചു. MLA വിസ്തീർണം ചോദിക്കുന്ന DC പ്രസിഡന്റ് ആളല്ല. ചാണ്ടി ഉമ്മനോട് കാര്യം അന്വേഷിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ മാറ്റിക്കൊടുത്തു. വിസ്തീർണം നിങ്ങൾ വിവാദം ഉണ്ടാക്കി ഞങ്ങളെ തെറ്റിക്കാന്ന് വിചാരിക്കേണ്ട ഒരു തെറ്റിൽ നടക്കത്തില്ല. ഞങ്ങൾ ഒറ്റക്കെട്ട്. അതെല്ലാം പരിഹരിച്ച് ഞങ്ങൾ ചെയ്തോളൂ. ഞങ്ങൾ പാർട്ടിക്കകത്ത് കാര്യമാണ്. ഞങ്ങൾ പരിഹരിക്കും. നേരത്തെ പറഞ്ഞത്. അതെല്ലാം പരിഹരിക്കും. ഒരു കാര്യം പറയാം. വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഷാഫി പറമ്പിലെ ഗ്രൂപ്പ്, സിദ്ദിഖിന്റെ ഗ്രൂപ്പ് നോക്കാം. അങ്ങനെ ഒരു ഗ്രൂപ്പ് സംവിധാനം ഇവിടെ ഇല്ല. ഒരു ഗ്രൂപ്പുകളിൽ നേതാക്കളും ഇല്ല. CPM ദുർഭരണത്തിനെതിരെ ഒരുമിച്ച് പോരാടുന്നത് കോഴിക്കോട്ടെ കോൺഗ്രസ്. ഷാഫിയോ സിദ്ദിഖോ ഇവിടെ ഒരു നേതാവോ ഒരു ഗ്രൂപ്പും പാർട്ടിക്കത്തില്ല. അല്ല, അത് കൺഫ്യൂഷൻ മാറിയില്ല. ഇറ്റ് ഈസ് ക്ലിയർഡ്. ഞാൻ യാത്ര കഴിഞ്ഞിട്ടും പിന്നെ റിപ്പോർട്ടിന്റെ ഉദ്ദേശം എന്താണ്?